സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി തുടരുകയാണ്. വനിതാ ലീഗ് ഇന്നലത്തെ മഴയിൽ പൊട്ടിമുളച്ച തകരയല്ലെന്ന് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നൂർബീന റഷീദ്. ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഇറങ്ങണോ എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിലെ വെട്ടുകിളിക്കൂട്ടത്തെ ഭയക്കുന്നില്ലെന്നും നൂർബീന പ്രതികരിച്ചു. അതിനിടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ വീണ്ടും പരസ്യമായി അബ്ദുറഹ്മാൻ രണ്ടത്താണിയും രംഗത്തെത്തി. വനിതാ ലീഗ് എന്ന പോഷക സംഘടനയെ തഴഞ്ഞു, അവരെ അവഗണിച്ചു. ആ ഒരു ഫീലിംഗ് നൂർബിന റഷീദ് എന്ന വ്യക്തിക്ക് മാത്രമല്ല, വനിതാ ലീഗിലെ മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള അണികളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ആരുടെ അപമാനം കേട്ടാലും ചെറുതാകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപമാനം എന്ന് പറയുന്ന വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപമാനത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. എൻ്റെ സംഘടന എന്ന് പറയുന്നത് വനിതാ ലീഗ് എന്ന പോഷക സംഘടനയാണ്. ആ വനിതാ ലീഗിന് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്നത്തെ പുരോഗമനം എന്നൊക്കെ, എന്ത് പുരോഗമനങ്ങൾ വന്നാലും സമൂഹത്തിലെ ധാർമ്മിക മൂല്യച്യുതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് വനിതാ ലീഗ്. നിങ്ങൾക്കറിയാമല്ലോ, മുസ്ലിം സമുദായത്തിൽ വിവിധ മതസംഘടനകളുണ്ട്. എല്ലാ മതസംഘടനകളുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വനിതാ ലീഗ് എന്ന പ്രസ്ഥാനം 1990കളിൽ ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ച് ഇത്ര വളർത്തി വലുതാക്കിയത്. ഒരു പാത വെട്ടിത്തെളിക്കുമ്പോൾ അതിൻ്റെ വേർപ്പൊഴുക്കിയവരുടെ വില കാണാതിരിക്കരുത്. പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. അതിലൂടെ സഞ്ചരിച്ചിട്ട് പുതിയ യുഗമാണ്, AI കാലഘട്ടമാണ്. എന്തൊക്കെ AI വന്നാലും, എന്തൊക്കെ സോഷ്യൽ മീഡിയ വന്നാലും മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വീണ ഒരാൾക്ക് പരലോക വിശ്വാസവുമുണ്ട്. അവിടെ ഞങ്ങളെ ചോദ്യം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇത്രയും കാലം വനിതാ ലീഗിനെയും ഞാൻ കൊണ്ടു നടന്നത്. രമ്യ ദാസ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രമ്യ, വളരെ മുൻപ് തന്നെ മുസ്ലിം ലീഗിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അതൊരു പുരുഷ കേന്ദ്രീകൃത പാർട്ടിയാണ് എന്ന വിമർശനം വർഷങ്ങളായി തന്നെ നേരിടുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അത്തരം വിമർശനങ്ങൾ വളരെയധികം ശക്തമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നലെ ഏതാണ്ട് 25 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ അതിൽ 2 വനിതകൾ മാത്രമാണുള്ളത്. അപ്പോൾ വനിതകൾക്ക് മുൻപ് സ്ഥാനാർത്ഥിത്വം പോലും ഉണ്ടായിരുന്നില്ല. അതിനെതിരെ വലിയ വിമർശനം ഈ കാലഘട്ടത്തിൽ ശക്തമാകുമ്പോഴും അർഹമായ പ്രാധാന്യം വനിതകൾക്ക് ഇപ്പോഴും മുസ്ലിം ലീഗിൽ ലഭിക്കുന്നില്ല എന്ന വിമർശനമാണോ വനിതാ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്? തീർച്ചയായും ഗൗതം, അതായത് വനിതാ ലീഗിന് കൃത്യമായ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള നൂർബിന റഷീദ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിൽ നിന്നും അതുപോലെ തന്നെ വനിതാ ലീഗിൽ നിന്നും ഇത്തരത്തിൽ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും പുറത്തു വരിക തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ഈ നൂർബിനയുടെ ഈ ഒരു ഇത്തരത്തിലൊരു പ്രസ്താവന കൂടി വളരെ ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം, അതായത് ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥിത്വം കൃത്യമായി തന്നെ വനിതകൾ തഴഞ്ഞുകൊണ്ടാണ് എന്ന രീതിയിൽ, അതായത് തിരഞ്ഞെടുത്ത 2 വനിതകളും ഇത്തരത്തിൽ ലീഗിന്റെ മുഖമല്ല, അല്ലെങ്കിൽ വനിതാ ലീഗിൽ ഉൾപ്പെട്ടതല്ല തുടങ്ങിയ പ്രസ്താവനകളാണ് ഇപ്പോൾ നൂർദിന പറഞ്ഞു വെക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വനിതാ ലീഗിനെ പൂർണ്ണമായും ഒഴിവാക്കി തഴഞ്ഞെന്നാണ് ഇത്തരത്തിൽ വരുന്ന ആക്ഷേപം. അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾക്ക്, അതായത് വനിതാ ലീഗിലെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾക്ക് ആർക്കും തന്നെ സീറ്റ് നൽകിയില്ലെന്നും ഈ വനിതാ ലീഗ് ഇന്നലത്തെ ഒരു മഴയിൽ പൊട്ടിമുളച്ച ഒരു തകരയില്ലെന്നും നൂർബിന റഷീദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ലീഗിൽ 55% മെമ്പർഷിപ്പും വനിതാ ലീഗ് പ്രവർത്തകരുടേതാണ്. ഇത്തരമൊരു സംഘടനയാണ് ഇത്തരത്തിൽ പാർട്ടി ഈ സ്ഥാനാർത്ഥിത്വത്തിൽ തഴഞ്ഞതെന്നാണ് വ്യാപകമായി വരുന്ന ഒരു ആക്ഷേപമുള്ളത്. അതായത് തലമുറ മാറ്റം പുരുഷന്മാർക്ക് മാത്രമാണോ ബാധകമാകുന്നത്, ഇത് സ്ത്രീകൾക്ക്, അതായത് ഈ തലമുറ മാറ്റം എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണോ ബാധകമാകുന്നത്, ഇത് വനിതകൾക്ക് ബാധകമല്ലേ എന്നുള്ളതാണ് വനിതാ ലീഗ് ചോദിച്ചു വെക്കുന്നത്. അതായത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഹൈദരലി തങ്ങളും ഒരു തുടർന്ന രീതിയല്ല ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥികളുടെ എല്ലാം പ്രഖ്യാപനം നടത്തിയത്. അതായത് മുൻപ് തങ്ങൾമാർ തുടർന്ന് വന്ന ഒരു രീതിയല്ല നിലവിൽ ഇപ്പോൾ പിന്തുടരുന്നത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ സംസ്ഥാന പ്രസിഡന്റ് സുഹറ മെമ്മാടിനെ ഉൾപ്പെടെ ഈ സ്ഥാനാർത്ഥിയാക്കാൻ ആദ്യഘട്ടത്തിൽ ആലോചനയുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഇത്തരത്തിൽ സുഹറ മെമ്മാടിനെ ഉൾപ്പെടെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. 2 വനിതകളാണ്, ഒന്ന് ജയന്തി രാജനും അതുപോലെ തന്നെ ഫാത്തിമ തഹലിയുമാണ് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 2 സ്ഥാനാർത്ഥികൾ
സ്ഥാനാർത്ഥികളെയും ഇത്തരത്തിൽ വനിതാ ലീഗ് കൃത്യമായി തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള നൂർദിന പറഞ്ഞു വെക്കുന്നത്. അതായത് ഇവരെ രണ്ടുപേരെയും, അതായത് കൃത്യമായി എടുത്തു തന്നെ പറയുന്നുണ്ട്, ഫാത്തിമ എന്നുള്ളത് വനിതാ ലീഗിൻ്റെ ഒരു മുഖമല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ അതുപോലെ തന്നെ ജയന്തി രാജിനെതിരെയും ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ജയന്തി രാജിനെ താനാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ലീഗിൽ കൊണ്ടുവന്നത്, അപമാനിച്ചോ എന്ന് ജയന്തി രാജൻ തന്നെ തീരുമാനിക്കട്ടെ തുടങ്ങിയ പ്രസ്താവനകളും നിരത്തുകയുണ്ടായി. അതായത് കൃത്യമായി തന്നെ ഈ രണ്ട് വനിതാ മുഖങ്ങളെയും വനിതാ ലീഗ് സ്വീകരിക്കുന്നില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. കാരണം ഇവർക്ക് പ്രചരണത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിനും തീരുമാനിച്ചിട്ടില്ല എന്ന മറുപടി തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ രണ്ടത്താണി ഉൾപ്പെടെയുള്ള നേതാക്കളും ഇത്തരത്തിൽ ഈ രമ്യ, എന്തായാലും വനിതാ ലീഗിന് ഇത്തവണയും കടുത്ത അതൃപ്തിയാണ്. വലിയ അമർഷം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നു. ലീഗിലെ പൊട്ടിത്തെറിയുടെ വാർത്തകളുമായാണ് രമ്യ കോഴിക്കോട് നിന്ന് ചേർന്നത്.